റോഷിബാൽ, വലിയ വിവാദമാവുകയാണ് ഈ അദാനി വിഴിഞ്ഞം പോർട്സിന്റെ ഓഹരി. അത് MSCക്ക് കൈമാറുന്നതുമായി ബന്ധപ്പെട്ടുള്ള കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് 25%-ലധികം സ്റ്റേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവുകയാണെങ്കിൽ അത് ഓണർഷിപ്പ് ട്രാൻസ്ഫർ എന്ന നിലയ്ക്ക് തന്നെ പരിഗണിക്കേണ്ടതുണ്ട് എന്ന് ഇന്നലെ പ്രതിപക്ഷ നേതാവടക്കം വിമർശനം ഉന്നയിച്ചുകൊണ്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുന്നു. കരാറിൽ കൂടി പറഞ്ഞിരിക്കുന്നതാണ് അതിന് പ്രയർ അപ്രൂവൽ വേണം എന്ന് വ്യക്തമായി ഈ കരാറിൽ എഴുതി വെച്ചിട്ടുണ്ട്. എവിടെ നിന്നാണ് അദാനി ഗ്രൂപ്പിന് ധൈര്യം പിന്നെ ഇത് നടപ്പിലാക്കാൻ എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടായത്. സർക്കാരിനോട് ഔദ്യോഗികമായി അറിയിച്ചിട്ടില്ല എന്ന വിവരം മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞു. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ വരെ പുറത്തുവരുന്ന വിവരങ്ങളും സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇങ്ങനെയൊരു ട്രാൻസ്ഫർ നടന്നിരിക്കുന്നു എന്ന് സെബിക്ക് നൽകിയ കത്തിൽ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പന്ത് സർക്കാരിന്റെ കോർട്ടിലാണ്, എന്ത് ചെയ്യുന്നു എന്നതേ ഉള്ളൂ. അപ്രൂവൽ കൊടുക്കുകയാണെങ്കിൽ അതിലൊന്നും ചെയ്യാനില്ല. കർശനമായ ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതാണ് ആകാംക്ഷ. മധു, കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട് ഘടിപ്പിച്ച സാഹചര്യത്തിൽ ഇനി അദാനി ഗ്രൂപ്പ് നൽകിയ അപേക്ഷയിൽ സർക്കാരിന് അനുകൂലമായ നിലപാടെടുക്കാൻ സാധിക്കില്ല. മാത്രവുമല്ല, മുഖ്യമന്ത്രി VD സതീശന് കോൺഗ്രസ് ഹൈക്കമാൻഡ് നിലപാട്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ നിലപാടാണ് അവിടെ അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് വിശദമായ പരിശോധനകൾക്കും ചർച്ചകൾക്കും ശേഷം മാത്രമായിരിക്കും അദാനി ഗ്രൂപ്പിന്റെ അപേക്ഷയിൽ ഒരു തീരുമാനമെടുക്കാൻ മുഖ്യമന്ത്രി കഴിയൂ. നേരത്തെ മറ്റു പല വിഷയങ്ങളിലും കോൺഗ്രസിൽ എതിർപ്പുയർന്നപ്പോൾ ആ എതിർപ്പുകൾ അവഗണിച്ച് തീരുമാനമെടുത്തതുപോലെ ഈ വിഷയത്തിൽ തീരുമാനമെടുക്കുക അത്ര എളുപ്പമായിരിക്കില്ല. കാരണം അദാനി ഗ്രൂപ്പ് സംസ്ഥാന സർക്കാരുമായുള്ള ഉടമ്പടി ലംഘിച്ചു എന്ന നിലപാടിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. അതിന്റെ തെളിവുകൾ പുറത്തു വരികയുമാണ്. കാരണം സംസ്ഥാന സർക്കാരിനെ ഔദ്യോഗികമായി അറിയിച്ചില്ലെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇക്കാര്യത്തിൽ അറിവുണ്ടോ എന്ന സംശയം പ്രതിപക്ഷം ഉയർത്തുമ്പോൾ അവിടെ രാഷ്ട്രീയ വിമർശനം വല്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ ഉയരുകയും മുഖ്യമന്ത്രി സംശയമുനയിലാകുകയും ചെയ്യും. ഏതായാലും കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുമായി മുന്നോട്ട് പോകില്ല. ഒരു തരത്തിലും ഇതിൽ ഒത്തുതീർപ്പില്ല എന്ന നിലപാടിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും ഈ അപേക്ഷ നിരാകരിക്കേണ്ടി വരും. അതിൽ പ്രതികൂലമായ നിലപാട് സർക്കാർ സ്വീകരിക്കേണ്ടി വരും എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഏതായാലും വിശദമായ ചർച്ചയ്ക്ക് മുഖ്യമന്ത്രി VD സതീശൻ തയ്യാറാകാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ് ഹൈക്കമാൻഡ് പ്രതിനിധിയായ AICCയുടെ ശങ്കർരാജ് ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ സർക്കാർ അതൃപ്തി അറിയിക്കുകയാണ് ചെയ്തത്. വിശദീകരണം തേടുകയല്ല, അതൃപ്തി അറിയിക്കുകയാണ് ചെയ്തത്. അതിൽ നിന്ന് വിഴിഞ്ഞം പോർട്ടിന്റെ ഭാഗത്തു നിന്ന്, അദാനി വിഴിഞ്ഞം പോർട്ടിന്റെ ഭാഗത്തു നിന്ന് സർക്കാരിന് ഒരു മറുപടി ഇന്ന് തന്നെ കിട്ടുമോ? പ്രമാദം, സ്വാഭാവികമായും അതിവേഗത്തിൽ തന്നെ അങ്ങനെയുള്ള ആശയവിനിമയം അദാനി ഗ്രൂപ്പിന്റെ ഭാഗത്ത് ഉണ്ടാകാനാണ് സാധ്യത. കാരണം നിയമസഭയിൽ വിഷയം ചർച്ചയായപ്പോൾ ഇത് വിവാദമായി ആളിക്കത്തുന്നു എന്ന് മനസ്സിലായപ്പോഴാണ് അദാനി ഗ്രൂപ്പ് ഈ ഓഹരി കൈമാറ്റം സംബന്ധിച്ച വിവരങ്ങൾ അത് രേഖാമൂലം തന്നെ സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത്, അപേക്ഷയായി സർക്കാരിന് മുന്നിലേക്ക് എത്തിച്ചത്. നേരെ മറിച്ച് ഇത് നിയമസഭയിൽ വിഷയം എത്തിയില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ 1, 2, 3 ദിവസം വൈകുമായിരുന്നു. കാരണം അവർ തിരക്കിട്ട് അപേക്ഷ നൽകിയതിന് കാരണം തന്നെ ഇത് വിവാദമാകുന്നു എന്നത് കണ്ടതുകൊണ്ടാണെന്ന് അദാനി ഗ്രൂപ്പിന്റെ ഓഫീസ് അറിയിക്കുന്നുണ്ട്. ഏതായാലും ഇന്നലെ മുഖ്യമന്ത്രി അതൃപ്തി അറിയിച്ച സാഹചര്യത്തിൽ ആ സംതൃപ്തി സംബന്ധിച്ച് വിശദീകരണം നൽകാൻ അദാനി ഗ്രൂപ്പ് തയ്യാറാകും. ഒരുപക്ഷെ ഇന്ന് തന്നെ അത് സംബന്ധിച്ചുള്ള മറുപടി അദാനി ഗ്രൂപ്പ് മുഖ്യമന്ത്രി VD സതീശന് നൽകാനാണ് സാധ്യത. കാരണം ഏറ്റവും സുപ്രധാനമായ നീക്കമാണ് അദാനി ഗ്രൂപ്പിനെ സംബന്ധിച്ചിടത്തോളം നടന്നിരിക്കുന്നത്. കാരണം അദാനി ഗ്രൂപ്പിന്റെ വിഴിഞ്ഞത്തെ പങ്കാളിത്തത്തിൽ 49% അത് കൈമാറുമ്പോൾ അത് അവർ സമാഹരിക്കുന്ന തുക ഏതാണ്ട് 13,000 കോടിയോളം രൂപയാണ് സമാഹരിക്കുന്നത്. അത്രയും തുക സമാഹരിച്ച് ഇനിയുള്ള വികസനത്തിന് ഉപയോഗിക്കാൻ കഴിയുമെന്ന പ്രസാദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേരുകയാണ്. പ്രസാദ്, നമുക്കറിയാം പ്രതിപക്ഷം പ്രത്യക്ഷ സമരത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. അതായത് സർക്കാരിന്റെ പ്രയർ അപ്രൂവൽ വേണം എന്നുള്ളതാണ് ഇതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്രൂവൽ വേണമെങ്കിൽ കൊടുക്കാം, അപ്രൂവൽ ഉണ്ട് എങ്കിൽ ട്രാൻസ്ഫർ സാധ്യമാണ് എന്ന ചില വാദങ്ങൾ കൂടി അപ്പുറത്തെ വശത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊരു രാഷ്ട്രീയ തീരുമാനമാണ്. അദാനിക്ക് അനുകൂലമായ ഒരു കരാർ ലംഘനം ഉണ്ടായ പശ്ചാത്തലത്തിൽ പോലും അദാനിക്ക് അനുകൂലമായ അതൊരു തീരുമാനമെടുത്താൽ വലിയ രാഷ്ട്രീയ വില കൊടുക്കേണ്ടി വരുമെന്നതാണ് നിലവിലത്തെ ഇവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം. പ്രസാദ്, ഗുഡ് മോർണിംഗ് മാധു. ഉറപ്പായും അത് തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതുപോലെ 25% കൂടുതൽ ഓഹരി വിറ്റഴിക്കുന്നുണ്ടെങ്കിൽ അത് സർക്കാരിൻ്റെ മുൻകൂർ അനുമതിയോടുകൂടി മാത്രമായിരിക്കണം എന്ന കരാറിൻ്റെ വ്യവസ്ഥയാണ് കമ്പനി ലംഘിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇന്നലെ KC വേണുഗോപാൽ തൻ്റെ നിലപാട് പരസ്യമാക്കിയതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി VD സതീശൻ ഒരു വാർത്താക്കുറിപ്പിറക്കാൻ പോലും തയ്യാറായത് എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വാർത്താക്കുറിപ്പ് ഇറക്കുമ്പോഴും അതിലൊരു കർശനമായ ഭാഷയോ അദാനിക്കൊരു താക്കീതോ അതിലുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഇനിയിപ്പോഴുള്ളൊരു പ്രശ്നം. ഇതിലെങ്ങനെ ഇനി അദാനിയുടെ കമ്പനി പുറകോട്ട് പോകും എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ടവരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് മാധു,
ഈ 49% എന്നുള്ളത് ഒരൊറ്റയടിക്ക് വിൽക്കാൻ തീരുമാനിച്ചതാകില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അതായത് ഘട്ടം ഘട്ടമായി കഴിഞ്ഞ കുറേ കാലമായി ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പലരും വിലയിരുത്തുകയും ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാരിനെ ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് തുറമുഖ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശനെ കൂടി ഇരുട്ടിൽ നിർത്തിക്കൊണ്ടാണ് അദാനിയുടെ കമ്പനി ഇത് ചെയ്തിരിക്കുന്നത് എന്നത് തന്നെയാണ്. ഉറപ്പായും അദാനിയുമായി ഒരു ഡീലിനും നിൽക്കാത്ത AICC നേതൃത്വം നേരത്തെ റോഷി സൂചിപ്പിച്ചതുപോലെ ഒരു കാരണവശാലും ഇതിന് കൈകൊടുക്കാനുള്ള സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ എങ്ങനെ അദാനിക്ക് ഈ നീക്കത്തിൽ നിന്ന് ഇനിയിപ്പോൾ മാറാൻ കഴിയും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അത് നമ്മൾ നേരത്തെ കണ്ടതാണ്. അദാനിയോട് നിയമപരമായി ഏറ്റുമുട്ടാൻ ശ്രമിച്ചപ്പോഴെല്ലാം നേരത്തെ സർക്കാർ ദയനീയമായി പിൻവാങ്ങുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. നേരത്തെ ആർബിട്രേഷനുമായി ബന്ധപ്പെട്ട കേസിലടക്കം സർക്കാരിന് പിൻവാങ്ങേണ്ടി വന്നു. ചുരുക്കത്തിൽ അദാനിക്കെതിരായി കേസിന് പോയപ്പോൾ പോലും അദാനിക്കത് നേട്ടമായി മാറുന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടത്. അങ്ങനെയുള്ള ഒരു കുത്തക കമ്പനിയോട് എങ്ങനെയാണ് ഇവിടുത്തെ സർക്കാരിന് ഏറ്റുമുട്ടാൻ കഴിയുക എന്ന ചോദ്യമുണ്ട്. എന്തായാലും MSC എന്ന കമ്പനിക്ക് അവർക്ക് തോന്നുന്ന രീതിയിലേക്ക് വിഴിഞ്ഞം പോർട്ടിനെ മാറ്റിയെടുക്കാനുള്ള നീക്കമായി മാറിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി നമ്മൾ ഉദ്ദേശിച്ചതുപോലെ എല്ലാ കമ്പനിയുടെയും ചരക്ക് കപ്പലിന് വിഴിഞ്ഞത്തേക്ക് വരാൻ കഴിയുമോ എന്ന ആശങ്ക നമ്മുടെ വിഴിഞ്ഞം പോർട്ടിനെ അങ്ങനെ ഒരു കുത്തക കമ്പനിക്ക് മൊണോപോളി നൽകുന്ന ഇടമായി നൽകേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് ഉണ്ടാകുന്നത്. പക്ഷേ കൃത്യമായി സെബിക്ക് നൽകിയിരിക്കുന്ന കത്തിൽ തന്നെ അദാനിയും വ്യക്തമാക്കുന്ന ഒരു കാര്യമുണ്ട്. The transaction is subject to customary approvals എന്നുള്ളത്. അപ്പോ ഈ കാര്യത്തിൽ സർക്കാരിന് കൃത്യമായ അധികാരം നൽകുന്നത് തന്നെയാണ് ടേമുകൾ, വ്യവസ്ഥകൾ എന്നിരിക്കെ സർക്കാർ എന്ത് നിലപാടെടുക്കുന്നു എന്നതാണ് ആകാംക്ഷയോടുകൂടി നിൽക്കുന്നത്. റോഷിപാലും TV പ്രസാദും PR സുനിലുമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രിയ പ്രേക്ഷകരെ,